അപ്പോൾ തുടങ്ങാം. ബൈക്ക് ഓടിക്കുന്നവർക്ക് അറിയാമല്ലോ, ഒരു കിടത്തലൊക്കെ ഉണ്ട്, കിടത്തിയൊക്കെയാണ് വരുന്നത്. ഇത് ചില നേരത്തെ കിടത്തിയിട്ട് പിന്നെ നിവരുമോ എന്ന് അറിയാൻ മേലാത്ത അവസ്ഥയിലത്തെ കിടത്തലിലാണ് വണ്ടി പോകുന്നത്. ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ അടക്കം പറഞ്ഞ് കാണും, നേരം വെളുക്കുന്നതിന് മുമ്പേ ആ ചെറുക്കൻ തണ്ണി അടിച്ചിട്ട് വന്നിരിക്കുകയാണ്. അവിടെ ഇതിൻ്റെ മതിലേൽ ഒരു ഗ്രില്ലുണ്ട്. ആ ഗ്രില്ലേൽ ഇങ്ങനെ രണ്ട് കൈ ഇങ്ങനെ പിടിച്ച് ഗ്രില്ലേൽ ഇങ്ങനെ ചാരി ഇങ്ങനെ നിൽക്കുക. പിടിവിട്ടാൽ ഞാൻ താഴെ പോകുന്നുള്ള അവസ്ഥയിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഇനി പുള്ളി ഭിത്തിயாக കയറിയോന്ന് എനിക്ക് അറിയാനും പാടില്ല, അങ്ങനെ ഒന്നും അത്ര പെട്ടെന്നൊന്നും കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പലതും പറയുന്നത്, സ്ലാബ് മാറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടിയുടെ അവിടെ പിടിക്കണം, ഇവിടെ പിടിക്കണം. പല മരണ വീട്ടുകളിലും പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള കോമാളികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ തുടങ്ങാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ മരണ വീടുകളിൽ നടക്കുന്ന ചില സംഭവങ്ങളുണ്ടല്ലോ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല ഇത് ഏത് രീതിയിലാണ് വരുന്നത്, എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന്. എൻ്റെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ്, മരണ വീടുകളിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണം പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് നടക്കുന്നത് ഞാൻ PG പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ PG പഠിക്കുന്നത് തമിഴ്നാട്ടിൽ വാളയാറാണ്. കേരള തമിഴ്നാട് ബോർഡറിൽ വാളയാറിലൊരു കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് അന്ന് എൻ്റെ പ്രൊജക്റ്റോ അങ്ങനെ എന്തോ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ നിന്നൊരു ഫോൺ വരുന്നു. അപ്പോൾ ഫോണിനകത്ത് പറയുന്നത് എൻ്റെ ഒരു അടുത്ത ബന്ധു മരിച്ചുപോയി എന്നാണ്. ഞാൻ അന്നത്തെ ദിവസം അവിടെ നിന്ന് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആൾക്കാരെ എല്ലാം പറഞ്ഞെല്ലാം ഏൽപ്പിച്ച് ഞാനൊരു വൈകുന്നേരം 6 മണിയോടെ കോളേജിൽ നിന്ന് ഇറങ്ങി നേരെ ഞാനൊരു ലോഡ്ജിലാണ് താമസിക്കുന്നത്. കോളേജ് ഹോസ്റ്റലിലൊന്നും അല്ല ഞാനന്ന് താമസിച്ചത്. അതൊക്കെ വേറെ വലിയ കഥയാണ്, അത് പിന്നൊരു അവസരത്തിൽ പറയാം. അപ്പോൾ ലോഡ്ജിലെത്തി അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തു, അത്യാവശ്യത്തിനുള്ളതൊക്കെ എടുത്തിട്ട് ഞാൻ പോരുകയാണ്. അന്ന് എനിക്കൊരു പഴയ സ്പ്ലെൻഡർ ബൈക്കുണ്ട്. അപ്പോൾ അതിലാണ് പോക്കും വരവും ലോക്കൽ ഓട്ടോ എല്ലാം. അപ്പോൾ അങ്ങനെ ഈ വാളയാറിന്ന് കാഞ്ഞിരപ്പള്ളി വരെ 10-250 കിലോമീറ്റർ ഉണ്ട്. ഈ ഒരു യാത്രയ്ക്കായിട്ട് ഞാനിങ്ങനെ ഇറങ്ങുകയാണ്. ഇതിൻ്റെ തലേ ദിവസം, അതായത് ഒരു വ്യാഴാഴ്ചയായിരുന്നു ആവുന്നത്. അന്ന് പകൽ മൊത്തവും എന്തൊക്കെയോ കോളേജും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടന്നിട്ടോ അതോ പുറത്തെവിടെയോ കറങ്ങിയിട്ട് നടന്നിട്ട് വന്നിട്ട് രാത്രി കിടന്ന് ഉറങ്ങുന്നതിന് പകരം പിന്നെ ഇരുന്ന് സിനിമ കാണലോ അങ്ങനെ എന്തോ പരിപാടിയായിട്ട് രാത്രി മുഴുവൻ ഞാനങ്ങ് ഉറങ്ങാതിരുന്നു. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് പിറ്റേ ദിവസം വെള്ളിയാഴ്ച കോളേജിൽ പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ നമുക്ക് വീക്കെൻഡ് ഉണ്ടല്ലോ, വീക്കെൻഡിൽ കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം എന്നുള്ളൊരു പ്ലാനിലാണ് ഈ വ്യാഴാഴ്ച രാത്രി ഉറങ്ങാതിരിക്കുന്നത്. അപ്പോൾ ഞാൻ പതുക്കെ ബൈക്ക് എടുത്തു അവിടുന്ന് ട്രാവൽ ചെയ്ത് പോരുകയാണ്. ഒന്നാമതേ തലേ ദിവസം ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം, പിന്നെ ഈ പകൽ മൊത്തം കിടന്ന് ഓടിയതിൻ്റെ ക്ഷീണം, പിന്നെ ഈ രാത്രി മൊത്തം ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോകണമെന്നുള്ള ഇത്, പിന്നെ ഈ മരണത്തിൻ്റെ വാർത്തയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുള്ള വിഷമം, എല്ലാം കൊണ്ടും ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ പോകുന്നത്. സാധാരണ ഈ ഒരു ദൂരം ഞാൻ ബൈക്കിൽ ഒരു 6 മണിക്കൂറും കൊണ്ടൊക്കെ എത്തുന്നതാണ്. പക്ഷേ എനിക്ക് തീരെ പറ്റുന്നില്ല. എൻ്റെ കണ്ണിങ്ങനെ അടഞ്ഞ് പോകുന്ന പോലെയൊക്കെ എനിക്ക് പോവുകയാണ്. എന്തോ ഒരു ക്ഷീണം, ഇങ്ങനെ ഒരു വശത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞൊക്കെ പോകും. സാധാരണ ബൈക്ക് ഓടിക്കുന്നവർക്കറിയാമല്ലോ, ഒരു കിടത്തലൊക്കെ ഉണ്ട്, കിടത്തിയൊക്കെയാണ് വരുന്നത്. ഇത് ചില നേരത്തെ കിടത്തിയിട്ട് പിന്നെ നിവരുമോ എന്ന് അറിയാൻ മേലാത്ത അവസ്ഥയിലത്തെ കിടത്തലിലാണ് വണ്ടി പോകുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം, നിർത്താതെ ഇങ്ങനെ വണ്ടി ഓടിക്കുകയാണല്ലോ, അത് ബൈക്കിലൊക്കെ ഇരുന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ തരമാന സംഭവമെല്ലാം തറപറ്റി പോകുന്ന അവസ്ഥയാണ്. എന്നിരുന്നാലും വീട്ടിലെത്താമെന്നും പറഞ്ഞ് ഒരു വിധത്തിൽ സാധാരണ എടുക്കുന്നതിലും കൂടുതൽ സമയമെടുത്ത് ഏകദേശം ഒരു നേരം വെളുത്ത് വരുന്ന സമയമാകുമ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് ചെന്ന് കയറുന്നത്. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ വീട്ടിനകത്തേക്ക് കയറാൻ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. കാരണം സിറ്റ് ഔട്ടിൽ തന്നെ ഈ ഞാൻ വരുന്ന സമയമൊക്കെ ഇടയ്ക്ക് വിളിച്ചൊക്കെ ചോദിച്ചിരുന്നു. ഇവർ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വന്ന ഉടനെ എൻ്റെ അടുത്ത് പറയുക, വാ കാർ എടുത്തോ പോവാം എന്ന് പറയുകയാണ്. അപ്പം ഞാൻ പറയുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല, ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് നമുക്ക് നേരം വെളുക്കുമ്പോൾ പോയാൽ പോരെ, ഞാൻ കുറച്ച് കഴിഞ്ഞ് പോകാമെന്ന് പറയാൻ കാര്യം വീണ്ടും ഒരു 100 കിലോമീറ്ററും കൂടെ ഇവിടെ നിന്ന് വീണ്ടും പോകാനുണ്ട്. അപ്പോൾ വണ്ടി ഞാൻ തന്നെ ഓടിക്കണം. ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പക്ഷേ ഇവർ ഇപ്പം തന്നെ ഉടനെ തന്നെ നമുക്കിത് പോയേ പറ്റൂ, അടുത്ത ബന്ധുവാണ് എന്ന് പറയുന്നു. ഞാൻ ഏകദേശം ഈ പോക്കിരി സിനിമയിലെ നമ്മുടെ പ്രകാശ് രാജിനെ പോലെയാണ്. ഉറക്കം വരുമ്പോൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി പുള്ളി ഇങ്ങനെ തലക്കൊക്കെ ഇടിച്ചിട്ടൊക്കെ ഇരുന്ന് ഉറങ്ങാതിരിക്കുകയല്ലേ, അതുപോലെയൊക്കെ ഇടിച്ചിട്ടാണ് ഞാൻ വണ്ടി ഇങ്ങനെ ഓടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും പറ്റുന്നില്ല. അപ്പം ഞാൻ സഹി കെട്ടിട്ടൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഒരു 5 മിനിറ്റ് നിർത്തിയിട്ട് ഞാനൊന്ന് കണ്ണടച്ചിട്ട് നമുക്ക് പോയാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് ഒരു തരത്തിലും സമ്മതിക്കുകയല്ലോ, വേം വിടുക, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നീ പിന്നെ അവിടെ എവിടെയെങ്കിലും കയറി കിടന്നോ എന്നാണ് പറയുന്നത്. എവിടെ മരണ വീട്ടിൽ പോയിട്ട് ഞാൻ എവിടെ കയറി കിടക്കാനാണ്. അങ്ങനെ പോയി അവസാനം അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചെന്ന് കയറുമ്പോൾ തന്നെ ഈ വിഷമത്തിൻ്റെ ഒരു സിറ്റുവേഷനാണ്. എല്ലാവരും കരച്ചിൽ, നിറയെ ആളുകളെല്ലാം വന്നിട്ടുണ്ട്. ഞങ്ങളെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഫാമിലി വീണ്ടും ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു, സങ്കടപ്പെടുന്നു, കരച്ചിലാകുന്നു.
അങ്ങനത്തെ അവസ്ഥയിൽ കൂടെ എല്ലാം പോവുകയാണ്. ഈ സമയത്ത് അതൊക്കെ ഒരു സൈഡിലേക്ക് അങ്ങ് മാറി നിൽക്കുകയാണ്. കാരണം ഞാൻ ഏകദേശം അങ്ങ് പിന്നെയും തളർന്നു പോകുന്ന പോലെയാണ്. ആളുകളൊക്കെ ഇങ്ങനെ വന്നിട്ട് ചിലവരൊക്കെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഹൈ എന്നൊക്കെ പറഞ്ഞ് വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ണു തുറക്കാൻ പറ്റുന്നത് ഞാൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ അടക്കം പറഞ്ഞ് കാണും, നേരം വെളുക്കുന്നതിന് മുമ്പേ ആ ചെറുക്കൻ തണ്ണി അടിച്ചിട്ട് വന്നിരിക്കുകയാണ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി പറഞ്ഞാലും കുറ്റം പറയാൻ പറ്റില്ല. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും പള്ളിയിലേക്ക് പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോവുകയാണ്. ഉടനെ ഞാൻ അവിടെ നിന്ന് എണീറ്റു വീണ്ടും പള്ളിയിലേക്ക് ചെന്നു. പള്ളിയിലേക്ക് ചെന്ന് ഈ നട്ടുച്ചയൊക്കെ കഴിഞ്ഞ സമയത്ത് ഈ തലയിൽ വെയിലും കൂടെ എല്ലാം അടിച്ച് ഉറക്കമെല്ലാം ഇല്ലാതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനാകെ നിന്നിങ്ങനെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പള്ളിക്കകത്തൊന്നും കയറിയൊന്നുമില്ല. അതിനകത്തൊന്നും കയറി ഇനിയിപ്പോൾ അതിനകത്തേക്ക് തല ഇറങ്ങി വീണേച്ച് ഇനിയിപ്പോൾ അതൊരു സീനാക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് പുറത്ത് ഈ പള്ളിക്ക് വലിയ തൂണുകളുണ്ടല്ലോ, അതിലൊരു തൂണിൽ ഞാൻ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കുരിശ് തറച്ച പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞ് പള്ളിയിലെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു പതുക്കെ സെമിത്തേരിയിലേക്ക് പോവുകയാണ്. അപ്പോൾ സെമിത്തേരിയിലേക്ക് ഞാനും നടന്ന് കയറി. അന്ത്യകർമ്മങ്ങൾ എന്ന് പറയുന്ന നമ്മൾ ഉമ്മ കൊടുക്കുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ കുറച്ചങ്ങോട്ട് മാറിയിട്ട് അവിടെ ഇതിൻ്റെ മതിലേൽ ഒരു ഗ്രില്ലുണ്ട്. ആ ഗ്രില്ലേൽ ഇങ്ങനെ 2 കൈ ഇങ്ങനെ പിടിച്ച് ഗ്രില്ലേൽ ഇങ്ങനെ ചാരി ഇങ്ങനെ നിൽക്കുക. പിടിവിട്ടാൽ ഞാൻ താഴെ പോകുന്നുള്ള അവസ്ഥയിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കൺമുമ്പിൽ ഈ സീൻ മൊത്തം ഞാൻ കാണുക, ഈ അടക്കിൻ്റെ സീൻ മൊത്തം കാണുക. ഇവിടെ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പെട്ടെന്ന് അതുവരെ എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ, പുള്ളി ഇങ്ങോട്ട് ചാടി അങ്ങോട്ട് വീണു. പുള്ളിക്കിടെ കണ്ണിൽ ഇതേതോ കല്യാണ വീട് പോലത്തെ സെറ്റപ്പാണ്. പുള്ളി ഇങ്ങോട്ട് വന്നേച്ച് പിന്നെ പുള്ളി അങ്ങ് ഓർഡർ ഇടാൻ തുടങ്ങി. നിങ്ങളങ്ങോട്ട് മാറിക്കുക, അവിടെ മാറിക്കുക, അവിടെ നിൽക്കാൻ പാടില്ല, അവിടെ നീന്ന് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് പുള്ളി അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇത് ഊരി മേടിച്ചിട്ട് പുള്ളി ചിലപ്പോൾ ഇത് പ്രാർത്ഥന ചൊല്ലിക്കളയും. അതുപോലത്തെ രീതിയിൽ പുള്ളി അവിടെ ഓൾ റൗണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പലതും പറയുന്നത്, സ്ലാബ് മാറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടിയുടെ അവിടെ പിടിക്കണം, ഇവിടെ പിടിക്കണം, പെട്ടിയുടെ എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത ഇത് എനിക്ക് തരിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട്. ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു, ഈ ആൾക്കാരൊന്നും ഇത് മൈൻഡ് ചെയ്യുന്നില്ലേ, ഇതൊരു സ്ഥിരം പുള്ളിയാണോ, ഇവിടെ വളവളാന്ന് സ്ഥിരമായിട്ട് അടിക്കുന്ന ആളാണോ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒന്നും പറ്റുന്നില്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് പുള്ളി അങ്ങ് അൺലീഷായി. ഈ ബോഡി എടുത്ത് ഈ കുഴിയിലേക്ക് വെക്കുന്ന സമയത്തൊക്കെ പുള്ളി ശിവതാണ്ഡവം ആടുകയാണ്. പുള്ളി കാന്താരയുടെ ക്ലൈമാക്സിൽ ഋഷഭ് ഷെട്ടി ആയ പോലെ ഓ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ആൾക്കാരുടെ അടുത്ത് ബഹളവും ഭയങ്കര കോലം കെട്ടും. അതുവരേക്കും ഞാൻ സഹിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ പുള്ളി അവിടെ നിന്നിട്ട് ഈ പയ്യൻ വന്നിട്ട് ഈ കുഴിയിലേക്ക് ബോഡി പെട്ടി ഇറക്കി വെച്ചപ്പോൾ അതിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്നു. പുള്ളിയാണെങ്കിൽ ഈ ചെറുക്കൻ്റെ കഴുത്തേൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ വലി ഇങ്ങോട്ട് വലിച്ചിട്ട് ഇവർ മാറിക്കിടാ ഇറക്കാമെന്ന് പറഞ്ഞൊരു ബഹളം. പെട്ടെന്ന് അതുവരെ മിണ്ടാതിരുന്ന ആൾക്കാരിൽ ഒരാൾ ചോദിച്ചു, മരിച്ചുപോയ ആളുടെ മകനാടോ അതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു നാണവും ഇല്ലാതെ ഈ പുള്ളി ഇവനെ നോക്കിയിട്ട്, അയ്യോ മോനെ ആണോ മോനെ, എന്നാൽ മോൻ നോക്കിക്കോ മോനെ എന്ന്. എനിക്ക് ഇനി വീണ് പോയാലും കുഴപ്പമില്ല, ചെന്ന് ഒറ്റ തൊഴി വെച്ച് കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. ആ കുഴിയിൽ ഇനി ഇടയുണ്ട്, ഇവനെയും കൂടെ അതിനകത്തിട്ടേച്ച് ആ കുഴി മൂടണമെന്നാണ് എനിക്ക് അപ്പം തോന്നിയത്. പക്ഷേ പിടിവിട്ടാൽ ഞാൻ താഴെ പോകുന്നുള്ള അവസ്ഥയെ ഞാനിങ്ങനെ നിൽക്കുക. ഈ മരിച്ച ആളുടെ മകനാണെങ്കിലും ചെറിയ പയ്യനാണ്, അവന് പ്രതികരിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടുമില്ല. അവസാനം എല്ലാം കഴിഞ്ഞു, സ്ലാബെല്ലാം മൂടി, എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞു. ഇയാളും ഏതോ വഴിക്ക് പോയി. ബന്ധുക്കളും പരിചയമുള്ളവരും ഒക്കെ ഇങ്ങനെ പല വഴി കൂടെ വരുമ്പോഴും ഞാൻ ഇടവിടാതെ ഇയാൾ എങ്ങോട്ട് പോകുന്നു എന്നിങ്ങനെ നോക്കിയിരിക്കുക. എങ്ങനെയെങ്കിലും ഒന്ന് ഒരിച്ചിരി ആരോഗ്യം വന്നു കഴിഞ്ഞാൽ ചെന്ന് ഒരൊറ്റ പൊട്ടിക്കണമെന്നുള്ളത് ഇങ്ങനെ ഉള്ളിൽ കിടക്കുക. പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി അവിടെ ചെന്ന് എല്ലാവരുടെ അടുത്തും ഞാനൊരു വലിയ കാര്യം ചെയ്തിട്ടുണ്ടേ എന്നൊരു വൈബിൽ പുള്ളി എല്ലാവരുടെ അടുത്തും ഓക്കെ എന്ന് പറയാന്നല്ല, എന്ന് തൊലിക്കുക എന്ന് വേണം എക്സാക്ട്ലി പറയാൻ. അങ്ങനെ പറഞ്ഞിട്ട് പുള്ളി എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് പുള്ളി ചെന്ന് പുള്ളിയുടെ ഒരു വണ്ടിയെ കയറിയിട്ട് പുള്ളി അങ്ങ് പോയി. ആ പുള്ളി ഇങ്ങനെ പോകുന്ന വരെ ഞാനിങ്ങനെ അയാളെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നീട് ഞാൻ എൻ്റെ ബന്ധു വീട്ടിലേക്ക് പോയി, അവിടെ കിടന്നുറങ്ങി, പിന്നെ എല്ലാം നോർമലായി. പക്ഷേ ഈ ഒരു മരണം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് വർഷമായി. ഇന്നും ഞാൻ ആ നാട്ടിൽ പോകുമ്പോൾ ഞാൻ ആ റോഡിൽ കൂടെയൊക്കെ ഇറങ്ങി നടക്കും. ഈ വീട്ടിലൊക്കെ ചെന്ന് കയറി കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷം ഞാൻ ആ ടൗണിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കും. അന്ന് ഞാൻ കണ്ട അയാളുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതേപടിയുണ്ട്. എവിടെങ്കിലും വെച്ച് ഇനി എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ആദ്യകാലത്തൊക്കെ ഞാൻ 100% ആത്മാർത്ഥതയോടെ റോഡിൽ കൂടി ഇങ്ങനെ ഇറങ്ങി നടക്കുമായിരുന്നു. ഇയാളെ എനിക്ക് ആ ഓർമ്മയുള്ള ആ മുഖത്തിനെ എവിടെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് കുറച്ച് സ്നേഹം എൻ്റെ കയ്യിലുണ്ട്, അത് കൊടുക്കണമെന്ന് വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഇനി പുള്ളി ഭിത്തിയെ കയറിയോന്ന് എനിക്ക് അറിയാനും പാടില്ല, അങ്ങനെയൊന്നും അത്ര പെട്ടെന്നൊന്നും കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും എനിക്ക് പേരറിയാത്ത ആളാരാന്ന് എങ്ങനെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ ആൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ എന്നെങ്കിലും എൻ്റെ മുമ്പിൽ വരണം.
ചേട്ടന് തരാൻ ചുടുചുംബനങ്ങൾ ഞാനിങ്ങനെ കയ്യിലിങ്ങനെ വെച്ചിട്ടുണ്ട്. അത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടേ ചേട്ടൻ പോകാവുള്ളൂ എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു അപേക്ഷ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ ഒരു ആഘോഷമുള്ള വീട്ടിലോ ഒക്കെ ഒരാൾ വന്നേച്ച് ആൾ കളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ അരോചകമായിട്ടുള്ള രീതി പെരുമാറുകയാണെങ്കിൽ പോലും നമ്മൾ സഹിക്കും, നമ്മളത് കോമഡി ആയിട്ട് വിടും. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ലൈഫിൽ നിങ്ങൾ ഇതുപോലത്തെ 100 കണക്കിന് ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല മരണ വീട്ടുകളിലും പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള കോമാളികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടില്ലെങ്കിൽ വളരെ നല്ലത്. ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി അടിയുണ്ടാക്കി വലിയ സീനൊന്നും ആക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിപ്പോൾ വർഷം ഇത്രയായിട്ടും പറയേണ്ട ഒരു കാര്യം ആ സമയത്ത് പറയാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞ് തീർക്കുകയാണ്. ഏതായാലും ഈ കഥ ഇങ്ങനെ പോട്ടെ. പക്ഷേ പറയേണ്ട ഒരു കാര്യം പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ട്. ആ ഒരു കഥ ഞാൻ ഇനി വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാം. ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, ഒരേ ഒരു പ്രാവശ്യം ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരു സ്ട്രേഞ്ചർ ചേച്ചിയായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. അത് ഞാൻ ഇനി വരുന്ന സമയത്ത് നിങ്ങളോട് പറയാം. സോ ടിൽ വി മീറ്റ് അഗെയിൻ, ദിസ് ഈസ് യുവർ നെയ്ബർ മല്ലു RJ Sherin signing off.